I welcome all to the new video of CDS Dravidian. So I came with the new video, the part of speech. So in this CDS exam, there is the part of speech which carrying over 10 questions and 8 marks. So it's much more important in the examination. It appears from the last 20 years. Still now, it's continuously following the same sequence of questions asked. അപ്പോൾ പാർട്ട് ഓഫ് സ്പീച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ലൈക്ക് ഇഫ് യു ലുക്ക് ഇൻ ദി ഇംഗ്ലീഷ് ഓഫ് ദി CDS, ദേ ആർ ആസ്കിങ് റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ്. സോ അതുകൊണ്ട് അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം പാർട്ട് ഓഫ് സ്പീച്ചിൽ കൂടുതലും വരുന്നത് ദർ ആർ മെനി 8 പാർട്ട് ഓഫ് സ്പീച്ച്: നൗൺ, പ്രൊനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, കൺജങ്ഷൻ, ഇൻ്റർജങ്ഷൻ, പ്രിപ്പോസിഷൻ. അപ്പോൾ ഈ 8 ഇതിൻ്റെ മെയിൻ പാർട്ടുകൾ. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ ഒരു സെൻറ്റൻസിൽ നിങ്ങൾക്ക് ഏതൊരു വേർഡ് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് പറയണം ആ വേർഡിൻ്റെ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 8 വേർഡ്സിലെയും ഇതിലേത് വേർഡാണ് ആ അണ്ടർലൈൻ ചെയ്തതെന്ന്. അപ്പം ഇത് ഭയങ്കര ഈസിയുള്ള സംഭവമാണ്. നിങ്ങൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര ഈസിയുമാണ്. അപ്പം ആദ്യമേ മൂവ് ചെയ്യാനുള്ളത് എന്താണ് നൗൺ എന്നാണ്. ഇപ്പം എ നൗൺ ഈസ് എ പേഴ്സൺ, തിങ്സ്, പ്ലേസ് ഓർ ആൻ ഐഡിയ. നൗൺ ആർ ദി സബ്ജക്റ്റ് ഓഫ് എ സെൻറ്റൻസ്, എ ടീച്ചർ, എ ലയൺ, അലി, UK. അപ്പം നൗൺ എന്ന് വെച്ചാൽ ഒരു വസ്തു ആവാം, ഒരു പേരാവാം, ഒരു സ്ഥലപ്പേരാവാം, പിന്നെ വേറൊരു വ്യക്തിയുടെ പേരാവാം. അപ്പം നൗൺ നമുക്ക് എന്തും പറയാം. ഇപ്പം എൻ്റെ പേര് മോഹൻ, അതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലാണ്, അപ്പോൾ അതൊരു സ്ഥലമാണ്. അപ്പോൾ അതുപോലെ UK ഞാൻ പറഞ്ഞില്ലേ, ലയൺ അതൊരു ജീവിയാണ്, പക്ഷേ ഒരു ആനിമലാണ്. അലി അതൊരു വ്യക്തിയാണ്, അയാളുടെ പേരാണ്. പിന്നെ UK അതൊരു കൺട്രിയാണ്. അപ്പം വേറെ സംഭവം എന്ന് വെച്ചാൽ ലവ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പം ഇത് കണ്ടില്ല ലവ്. അപ്പം ഇതിൽ ലവും ഒരു ടൈപ്പ്, ഞാൻ പറഞ്ഞില്ല, ഒരു ടൈപ്പ് ഇമോഷനാണ്. അപ്പം ഈ നൗണിൽ വേറൊരു ഡിഫറെൻറ്റ് നൗണുണ്ട്. അതിനെ പറയുന്ന പേരാണ് നമ്മൾ ആബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയും. അപ്പം ആബ്സ്ട്രാക്റ്റ് നൗണിൽ പെടുന്നതാണ് ലവ്. ആബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് വെച്ചാൽ ഇഫ് എനി പേഴ്സൺ ഹു ഹാവിങ് എനി ടൈപ്പ് ഓഫ് ഇമോഷൻ, ലൈക്ക് എ പേഴ്സൺ ഈസ് ക്രൈയിങ്, സോ ദാറ്റ് അണ്ടർലൈൻ വേർഡ് ദ ക്രൈയിങ് കുഡ് ബി എ പ്ലേസ് ഓഫ് നൗൺ. അപ്പം ഏതിലൊരു ഇമോഷൻ, ഇപ്പോൾ എൻ്റെ ഇമോഷൻ ഞാൻ കരയുവാണ്, അതുപോലെ ഞാൻ ഹാപ്പിയാണ്, അപ്പം ആ ഇമോഷനെ കാണിക്കുന്നതാണ്, അതൊക്കെയാണ് ആബ്സ്ട്രാക്റ്റ് നൗൺ. ലവ് ഇതാണ് നൗൺ. പിന്നെ വേറെന്താ വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് നൗൺ. അപ്പോൾ എന്തൊക്കെയാണ്? നൗൺ ക്യാൻ ബി സിംഗുലർ ഓർ പ്ലൂറൽ. സിംഗുലർ നൗൺ നെയിം ഓൺലി ഇഫ് വൺ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയ. ആൻ ആപ്പിൾ, ദി കാർ, എ ടേബിൾ. അപ്പം നൗണിലും വരുന്ന 2 സംഭവമാണ്. ആദ്യത്തേതാണ് സിംഗുലർ, സെക്കൻഡാണ് പ്ലൂറൽ എന്ന് പറയും. സിംഗുലർ വെച്ചാൽ 1. ഇപ്പോൾ ഞാൻ പറയാം ആൻ ആപ്പിൾ, എ ബോയ്, എ ഗേൾ. ഇതൊക്കെയാണ് സിംഗുലർ എന്ന് പറയുന്നത്. പ്ലൂറലിൽ വരുന്നതാണ് ഇപ്പം കൂടുതൽ പക്ഷികൾ ഇപ്പം സ്ഥലത്തിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ കൂടുതലും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കാർ എന്താണ്, അത് ഒരു സിംഗുലറാണ്. CAR സിംഗുലറാണ്. CARS അത് പ്ലൂറലാണത്. അതൊക്കെയാണ്. അപ്പം സിംഗുലർ എപ്പോഴും ഒറ്റക്കാണ്. ഇപ്പം ഞാൻ കണ്ടില്ലേ, ഈ കാർ കണ്ടില്ലേ, ഈ കാർ ഇത് G-വാഗനാണ്. അപ്പം ഞാൻ പറഞ്ഞ ഒറ്റ കാറുള്ളത്, G-വാഗൻ, ഒറ്റ കാറുള്ളത്. അപ്പോൾ ഞാൻ പറയുക, ദർ ഇസ് എ നമ്പർ ഓഫ് G-വാഗൻ കാർസ് എന്ന് പറഞ്ഞൊരു. പിന്നെ വരുന്നതാണ് നൗൺ അല്ലെങ്കിൽ ജിരണ്ട്. അപ്പം GERUND, ജിരണ്ട് സംഭവം എന്തുമാണ്? ഇപ്പം ഞാൻ പറയും സ്മോക്കിംഗ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത്. അപ്പം ഇതിൽ സ്മോക്കിംഗ് എന്താണ്? സ്മോക്കിംഗ് ഒരു ജിരണ്ടാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യാം വേർഡ്സ് ഒന്ന്. സ്മോക്ക് പ്ലസ് ING. അപ്പോൾ എന്താണ് സ്മോക്ക് എന്ന് വെച്ചാൽ അതൊരു നൗണാണ്, പ്ലസ് ING. അപ്പം ഏതൊരു നൗൺ പ്ലസ് ING വരുന്നതിനെ പറയാം നമ്മൾ ജിരണ്ട് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടില്ലേ. അപ്പം സ്മോക്കിംഗ് ആയി,
അതുപോലെ തന്നെ ക്രൈയിങ് ആയി, റണ്ണിങ് ആയി. അപ്പോൾ ഇതൊക്കെ ഒരു ജിരണ്ടിപ്പെടുകയാണ്. അഥവാ നിങ്ങൾക്ക് തോന്നുക ഏതൊരു വേർഡ്, ഇപ്പം റൺ പ്ലസ് ING റണ്ണിങ്, സ്മോക്ക് പ്ലസ് ING സ്മോക്കിങ്. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പം ഫസ്റ്റ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം വിച്ച് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ് ഹാവിങ് noun. If the noun is carrying any type of ING with it, then it could be high chance of gerund. So കണ്ടില്ലേ, മൈ ക്രൈങ് അപ്സെറ്റ് ഹെർ, എൻ്റെ കരച്ചിൽ അവൾക്ക് വിഷമം പോലെ, എൻ്റെ കരച്ചിൽ അവൾക്ക് വിഷമം, അവളെ വിഷമപ്പെടുത്തുന്നു. അപ്പം ഇതിൽ കണ്ടില്ലേ ക്രൈങ്, മൈ ക്രൈങ്. അപ്പം ഒരു ക്രൈ വെച്ചാൽ അപ്പോൾ അതും ഒരു ടൈപ്പ് നമുക്ക് ജിരണ്ട് തന്നെയാണത്. അടുത്ത വരുന്നതാണ് പ്രൊണൗൺ എന്ന് പറയുന്നത്. പ്രൊണൗൺ എന്തുവാണ്? ഇപ്പം ഞാൻ പറയാം, ഇപ്പം എൻ്റെ പേരിപ്പം മോഹൻ എന്നാണെങ്കിൽ അമ്മ ഇപ്പോഴും എന്നെ മോഹൻ എന്ന് വിളിക്കത്തില്ല. ഇപ്പം ഷീ ലൈക്ക് whenever she want to talk to me, so she couldn't able to say again and again മോഹൻ. So at that place what she had to do, she just replace my name, like in Malayalam what we used to call like da. അപ്പം എൻ്റെ പേരിനെ റിപ്ലേസ് ചെയ്തിട്ട് ഇപ്പം അമ്മ എപ്പോഴും മോഹൻ വിളിക്കാമെന്ന് പകരം അമ്മ ഡാ എന്ന് വിളിക്കും. അപ്പം നമ്മളത് ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ഹീ ആവുന്നത്. അപ്പം ഇവിടെ കാണാം നോക്കുകയാണെങ്കിൽ പ്രിയ ടോക്ക് ടു ഹിനാസ് ചൈൽഡ്, ഇതാണേ. അപ്പം പിന്നെ ഇതിൻ്റെ അപ്ഡേഷനാണ് പ്രിയ ടോക്ക് ടു ഹെർ ചൈൽഡ്. ഇതിലെ ഹിന കട്ട് ചെയ്തത്. അപ്പം ഹിനയ്ക്ക് പകരം അവിടെ ഹെർ യൂസ് ചെയ്തവർ. പ്രിയ ടോക്ക് ടു, പ്രിയ കാര്യം പറഞ്ഞു ആരടുത്ത്? ടു ഹിനാസ് ചൈൽഡ്. ഓക്കെ അല്ലേ? അപ്പം ഒന്നുകൂടെ പറയുകയാണ് അത് അടുത്തത്, പ്രിയ ടോക്ക് ടു ഹെർ ചൈൽഡ്. അപ്പം ആ ഹിനയുടെ സ്ഥലത്ത് വേറൊരു വേർഡ് റിപ്ലേസ് ആയി, അപ്പോൾ അവിടെ ഹെർ വന്നു. പിന്നെ ഇതാണ് പ്രൊണൗണിൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഒരു നൗണിനെ റിപ്ലേസ് ചെയ്തിട്ട് വേറൊരു വാക്ക് കൊണ്ടുവരിക. ഇപ്പം എൻ്റെ ഫാദറിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാദർ പേരിപ്പം രാജു എന്ന് വിചാരിച്ചോ. അപ്പം രാജുവിൻ്റെ അച്ഛൻ്റെ അമ്മ എപ്പോഴും വിളിക്കത്തില്ല രാജു എന്ന്. അപ്പോൾ അതിന് പകരം അവർ ഡാ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഹിം യൂസ് ചെയ്യും, ഹിസ് യൂസ് ചെയ്യും. അപ്പോൾ അതാണ് വെച്ചാൽ ഒരു നൗണിനെ റിപ്ലേസ് ചെയ്ത് നമ്മൾ വേറൊരു വേർഡ് കൊടുത്താണ് നമ്മൾ പ്രൊണൗൺ എന്ന് പറയുന്നത്. അടുത്ത വരാൻ പോകുന്നതാണ് അഡ്ജക്റ്റീവ്. അപ്പം സംഭവം എന്ന് വെച്ചാൽ ദ അഡ്ജക്റ്റീവ് വേർഡ് ദേ ഓൾവേസ് യൂസ് ടു സ്റ്റേ ബിഫോർ ദി നൗൺ. എന്ന് വെച്ചാൽ ഒരു നൗണിനെ മോഡിഫൈ ചെയ്യുന്ന സംഭവമാണ് അഡ്ജക്റ്റീവ്. മനസ്സിലായല്ലോ? ഒരു നൗണിനെ മോഡിഫൈ നിൽക്കുന്ന വെച്ചാൽ ഒരു നൗൺ വരുന്നതിൻ്റെ മുമ്പേ അത് മോഡിഫൈ നിൽക്കുക. എന്ന് വെച്ചാൽ ഹീസ് എ ഗുഡ് ബോയ്. അപ്പം ഇതിൽ ബോയ് എന്ത്? ഇപ്പം ഞാൻ പറയാം ഗുഡ് ബോയ്. അപ്പോൾ ഗുഡ് അണ്ടർലൈൻ ബോയ്, ആ ബോയ് ആണ് അവിടുത്തെ നൗൺ ഗുഡ്. അപ്പം ആ ബോയുടെ ക്യാരക്ടറിസ്റ്റിക് പറയുകയാണ് ഗുഡ്. അപ്പോൾ വെച്ചാൽ ഒരു ഗുണം പറയുകയാണ്, ഗുണം. അപ്പം ഗുഡ് ബോയ്, അപ്പോൾ ഗുഡാണ് അവിടുത്തെ അഡ്ജക്റ്റീവ്. മനസ്സിലായില്ലേ? എപ്പോഴും നൗണിനെ മോഡിഫൈ ചെയ്തിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗുഡ് ഗേൾ, ഗ്രേറ്റ് കിങ്. അപ്പം കിങ് അവിടുത്തെ നൗണാണ്. അപ്പം നൗണിനെ ആര് മോഡിഫൈ ചെയ്ത് വെച്ചാൽ അവരെ കുറച്ച് ഡീപ്പ് കാണിക്കുവാണ്. ഹീ ഈസ് എ ഹാർഡ് വർക്കിംഗ് ബോയ്. ഹീ ഈസ് എ ഹാർഡ് വർക്കിംഗ് ബോയ്. അപ്പോൾ കണ്ടില്ലേ ആ ഹാർഡ് വർക്കിംഗ്. അപ്പോൾ ഇടയ്ക്ക് ചെറിയൊരു ഡാഷും വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിന് രണ്ട് വേർഡ് നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് പറയാം. ഇറ്റ് കുഡ് ബി എ ഫ്രേസ് ആൻഡ് ദാറ്റ് ബോയ് ഈസ് ഹാർഡ് വർക്കിംഗ്. അപ്പം ആ ഹാർഡ് വർക്ക് കഴിഞ്ഞാൽ ബോയ് വന്നേ. അപ്പം ഹാർഡ് വർക്കിംഗ് അവിടുത്തെയാണ് അഡ്ജക്റ്റീവ് നമ്മൾ പറയുന്നത് നമ്മൾ. ഓക്കെ അല്ലേ? കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ, ദ സ്മാർട്ട് സ്റ്റുഡൻറ്റ് ഏൺ ആൻ എ. കണ്ടില്ലേ? ദി സ്മാർട്ട് സ്റ്റുഡൻറ്റ്, ഈ കാണുന്ന സ്റ്റുഡൻറ്റ് ഇവിടുത്തെ എന്തുവാണ്? നൗൺ. അഡ്ജക്റ്റീവ്, അതിൻ്റെ അഡ്ജക്റ്റീവാണ് സ്മാർട്ട്. ഇവിടുത്തെ ഈ ഇതിൽ സ്മാർട്ടായി അണ്ടർലൈൻ ക്വസ്റ്റ്യൻ വരുന്നതിനായിരിക്കും
അണ്ടർലൈൻ ചെയ്തത് സ്മാർട്ടിലായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്മാർട്ട് നിങ്ങൾ മാർക്ക് ചെയ്യും. ഇതാണ് അഡ്ജക്റ്റീവ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ആഡ്വർബ് എന്ന് പറയും. അപ്പം സംബന്ധമാണ്. ആൻ ആഡ്വർബ് ഈസ് എ വേർഡ് ദാറ്റ് മോഡിഫൈസ് ആൻ ആക്ഷൻ വെർബ്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നൗണിനെ മോഡിഫൈ ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം സംഭവം എന്ന് വെച്ചാൽ ആഡ്വർബ് ഒരു VERB വെർബിനെ മോഡിഫൈ ചെയ്ത് വരുന്നതാണ് ആഡ്വർബ്. എങ്ങനെ വെച്ചാൽ ഇപ്പം ഞാൻ പറയുക, ഇത് ഇവിടെ കൊടുത്തതെന്ന് വെച്ചാൽ ആൻ ആഡ്വർബ് ഈസ് എ വേർഡ് ദാറ്റ് മോഡിഫൈ ആൻ ആക്ഷൻ വെർബ്, ആൻ അഡ്ജക്റ്റീവ് ഓർ അനദർ ആഡ്വർബ്. ദ ടീച്ചർ കെയർഫുള്ളി ഗ്രാൻഡഡ് ദി ഹോംവർക്ക്. കണ്ടല്ലേ? സ്പെയർ സംഭവം എന്ന് വെച്ചാൽ ദ ടീച്ചർ കെയർഫുള്ളി ഗ്രാൻഡഡ് ദി ഹോംവർക്ക്. അപ്പോൾ നോക്കിയോ, എപ്പോഴും ഒരു സെൻറ്റൻസിൽ വരുന്ന 3 സംഭവങ്ങളുണ്ട്. ഫസ്റ്റ് തിങ് ഇത് വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. സോ when we look to the sentence, the teacher carefully granted the homework. അപ്പോൾ എന്താണ് ടീച്ചർ മാത്രമാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഓക്കെ, ഗ്രാൻഡഡ്. അപ്പം ഈ വെർബിൽ VERB വെർബിൽ 5 വെർബുണ്ട്. V1 V2 V3 V4 V5. അപ്പം ഈ 1 തൊട്ട് 5 വരെയുള്ള ഈ വെർബിലും അതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇപ്പം ED ING ES ഇതൊക്കെ എല്ലാം ഈ 5 വെർബിലെ ഫോർമേഷനാണ്. ഇപ്പം കണ്ടില്ലേ, ഗ്രാൻഡഡ് ഗ്രാൻഡിങ്. അപ്പം നമുക്ക് നോക്കേണ്ടത് വെച്ചാൽ ഏതൊരു ഒരു സെൻറ്റൻസിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു INGയോ ഒരു EDയോ ES S ഇതെല്ലാം കാണുവാണെങ്കിൽ അതിനർത്ഥം അതുപോലെ ഒരു ആക്ഷൻ ടൈപ്പുള്ള ഒരു വേർഡാണെങ്കിൽ ദാറ്റ് വിൽ ബി യുവർ വെർബ് ഓൺ ദാറ്റ് സെൻറ്റൻസ്. അപ്പം ഇവിടുത്തെ അണ്ടർലൈൻ ചെയ്യുന്ന വാക്കാണ് കെയർഫുള്ളി. അപ്പം ED കണ്ടില്ലേ, ഗ്രാൻഡഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് വെർബ്. അപ്പം ഈ പെർഫെക്റ്റ് വെർബിനെ മോഡിഫൈ ചെയ്ത് വരുന്ന ഏത് വേർഡാണ്? കെയർഫുള്ളി. അപ്പോൾ വേറെ സംഭവം എന്ന് വെച്ചാൽ CDSൽ 99 വേണേൽ പറയുകയാണെങ്കിൽ നമുക്ക് 98% ഓഫ് ക്വസ്റ്റ്യൻ like which word is ending like ly is mostly adverb, but in some case there will be change like it turned into adjective also. ഒരു 98% CDSൽ നോക്കുമ്പോൾ ly വരുന്ന വേർഡിൽ ലാസ്റ്റ് ly വരുന്ന വേർഡ് അത് മാക്സിമം ആഡ്വർബ് ആയിരിക്കും. പക്ഷേ ചില സമയത്തൊക്കെ അത് അഡ്ജക്റ്റീവ് ആവാറുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം സംഭവം വെച്ചാൽ. അപ്പം ഈ സെൻറ്റൻസിൽ ഗ്രാൻഡഡ് നിങ്ങളുടെ ഇവിടുത്തെ വെർബ്, അതിനെ മോഡിഫൈ ചെയ്ത് വരുന്നതാണ് കെയർഫുള്ളി. അപ്പം കെയർഫുള്ളി ഹിയർ ഈസ് ദി അണ്ടർലൈൻ വേർഡ് ആൻഡ് ദി അണ്ടർലൈൻ വേർഡ് ഈസ് ദി ആഡ്വർബ്. ഓക്കെ, യു നീഡ് ആൻ അഡ്ജക്റ്റീവ് ആഫ്റ്റർ ലിങ്കിങ് വെർബ്, നോട്ട് ആൻ വെർബ്. മനസ്സിലാകുന്ന തോന്നുന്നു എല്ലാവർക്കും. അപ്പം ഈ ആഡ്വർബ് സംഭവം എന്ന് വെച്ചാൽ അത് എപ്പോഴും മോഡിഫൈ ചെയ്യുന്ന സംഭവമാണ്, എപ്പോഴും മോഡിഫൈ ചെയ്യാൻ. അത് അല്ലാതെ ഒരിക്കലും ഹെൽപ്പിംഗ് വെർബായിട്ടും അതുപോലെ ഈ ഇതിനെ മോഡിഫൈ നിൽക്കുന്ന മാത്രമേ നിൽക്കത്തുള്ളൂ. വേറെ ഇതിനൊരു റോളും ഇല്ല. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു വെർബിനെ മോഡിഫൈ നിൽക്കും, അല്ലെങ്കിൽ ലിങ്കിങ് വെർബ്. നമ്മൾ ലിങ്കിങ് വെർബിൻ്റെ വേറൊരു വാക്കാണ് നമ്മൾ ഓക്സിലറി വെർബ് എന്നും പറയും, എന്നുവെച്ചാൽ ഹെൽപ്പിംഗ് വെർബ്. ഓക്കെ, ഇനി അടുത്തതാണ് കൺജങ്ഷൻ എന്ന് പറയും. സംഭവം എന്ന് വെച്ചാൽ ലൈക്ക് ദർ ഈസ് 2 വേർഡ്സ് like my mother and my sister. So at that 2 point I used to add 1 word between that 2 element like and, my mother and my sister. അപ്പം ഞാൻ യൂസ് ചെയ്ത ഈ ആൻഡ് ഇല്ലേ, ഏതെങ്കിലും 2 സെൻറ്റൻസ്, ഏതെങ്കിലും 2 വേർഡ്സ്, ഏതെങ്കിലും 2 ഫ്രേസ്, ഇതിനൊക്കെ ഒരു ഇടയ്ക്ക് ഒരാൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഞാൻ മൈ സിസ്റ്റർ ആൻഡ് മൈ മദർ. അപ്പം ഈ ആൻഡ് ഈ 2 പേരെയും പിടിച്ചേർത്തു. അപ്പോൾ ആൻഡ് എൻ്റെ പണിയാണ്. അപ്പം ഇടയ്ക്ക് വരുന്ന ആളാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സംഭവം എന്ന് വെച്ചാൽ ദേ ജോയിൻ ടുഗദർ വേർഡ്സ് ആൻഡ് ഫ്രേസ്. ദേ ആർ 3 ടൈപ്പ് ഓഫ് കൺജങ്ഷൻ. എന്തൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് കൺജങ്ഷൻ വരുന്നത്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, കോറിലേറ്റിംഗ് കൺജങ്ഷൻ,
സബോർഡിനേറ്റിംഗ് കഞ്ചക്ഷൻ. ഇത് 3 ടൈപ്പാണ്. നമുക്ക് മെയിൻ പഠിച്ചു വെക്കേണ്ട നമുക്ക് പഠിക്കേണ്ടത് 2 എണ്ണമാണ്. ഒന്ന് കോറിലേറ്റിങ്ങും നമുക്ക് പഠിക്കേണ്ടത് കോർഡിനേറ്റിങ്ങും. ഫസ്റ്റ് വൺ കോർഡിനേറ്റിംഗ്, പിന്നെ സബോർഡിനേറ്റിംഗ്. കോറിലേറ്റിംഗ് കൂടുതലും ചോദിക്കാറില്ല. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന കോർഡിനേറ്റിംഗ് കഞ്ചക്ഷനാണ് ചോദിക്കുന്നത്, പിന്നെ സബോർഡിനേറ്റീവ് ആണ്. കോറിലേറ്റീവ് ചോദിക്കാറില്ല, ഭയങ്കര റയറാണ്. എന്ത് സംഭവം? അപ്പോൾ ഈ കോർഡിനേറ്റിംഗ് കഞ്ചക്ഷനിലെ ഒരു മെയിൻ പാർട്ടാണ് ഫാൻ ബോയ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഫാൻ ബോയ്? അപ്പം like when you are solving the question paper, there is maybe 1 question or 2 question, maximum 2 question may they ask to you, like which word is conjunction, is correlating or subordinating. So അതോ നിങ്ങൾ ഇതിലൊരു സെൻറ്റൻസ് നിങ്ങൾ ഫാൻ ബോയ് കാണാം. അപ്പോൾ ഫാൻ ബോയ് എന്നാണ്. അപ്പം ഈ ഫാൻ ബോയ് വരുന്നതാണ് കോർഡിനേറ്റിംഗ് കഞ്ചക്ഷൻ. അപ്പോൾ എന്താണ് ഫാൻ? കേട്ടോ, എഫ് for and nor, but, or, yet, so. For and nor, but, or, yet, so. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും വാക്കുകൾ നിങ്ങളുടെ സെൻറ്റൻസ് വരുവാണെങ്കിൽ ദാറ്റ്സ് മീൻസ് ദിസ് ഈസ് യുവർ കോർഡിനേറ്റിംഗ് കഞ്ചക്ഷൻ. ഫോർ ആൻഡ് നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ. കണ്ടില്ലേ? അപ്പം ഇതിൽ നിങ്ങളുടെ ഇതിലും ഇപ്പം ഈ ഫോർ ആൻഡ് നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ നിങ്ങളുടെ സെൻറ്റൻസിൽ വരുവാണെങ്കിൽ ഇറ്റ്സ് 100% ഷുവർ ദാറ്റ് അണ്ടർലൈൻ വേർഡ് വിൽ ബി യുവർ കോർഡിനേറ്റിംഗ് കഞ്ചക്ഷൻ. പറ മനസ്സിലായല്ലോ? പക്ഷേ നമ്മൾ കൂടുതലും ഫോറും ആൻഡും നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഫ്രേസിനെയോ അല്ലെങ്കിൽ വേർഡ്സിനെയോ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അടുത്താണ് ഇൻ്റർജങ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇൻ്റർജങ്ഷൻ? നിങ്ങളിപ്പം ഒരു IPL മാച്ചോ അല്ലെങ്കിൽ പിന്നെ കൊച്ചിയിലെ നമ്മുടെ ISL മാച്ചോ കാണാൻ നേരത്ത് ഇതിലൊരു ടീമേറ്റ് ഓർ എനി ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ്, ഇഫ് ദേ സ്കോർഡ് ആൻഡ് ഗോൾ, so at a time we had an emotion, like we also produce an emotion like oops. So നമ്മൾ മലയാളത്തിൽ പറയും അയ്യോ, വാവ്. അപ്പം ഈ പറയുന്ന വാക്കുകൾ വെച്ചാൽ ഒരു സർപ്രൈസിംഗ്ലി ഒരു വാക്കുകളാണ്. അപ്പം ഈ സർപ്രൈസിംഗ്ലി വരുന്ന വാക്കുകളുണ്ടല്ലോ, നമ്മുടെ ആ എക്സ്പൾസീവ് ടൈപ്പുള്ള ആക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ആക്ഷൻ നമ്മൾ പറഞ്ഞ പേരാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ കൂടുതലും ക്വസ്റ്റ്യൻസ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് അഥവാ ദിസ് ടൈപ്പ് കണ്ടല്ലേ ഹേ കഴിഞ്ഞ അടുത്ത കണ്ട അസംബിൾ ഉണ്ടല്ലേ, ഞാൻ അസംബിളിൻ്റെ പേര് മറന്നുപോയി ഞാൻ. അപ്പം ഈ വരുന്ന മാർക്ക് നിങ്ങളുടെ ഇതിലൊരു ചോദ്യത്തിൻ്റെ പുറകെ വരുവാണെങ്കിൽ ലാസ്റ്റ് വരുവാണെങ്കിൽ ദാറ്റ്സ് മീൻ ഓർ ഇൻ ബിറ്റ്വീൻ ഓഫ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് അണ്ടർലൈൻ വേർഡ് വിൽ ബി ഇൻ്റർജങ്ഷൻ. ഓക്കെ, സോ വാട്ട് ആർ ദാറ്റ് വേർഡ്സ്? ഓ, വാവ്, ഔച്ച്, oops, hey, out. So these are the words. പിന്നെ അടുത്ത് വരാൻ പോകുന്നതാണ് പ്രിപ്പോസിഷൻ എന്ന് പറയും. അപ്പോൾ എന്താണത്? ലൈക്ക് എൻ ടൈപ്പ് ഓഫ് ആക്ഷൻ, ലൈക്ക് എക്സാമ്പിൾ വെൻ ഇൻ ഡെയിലി ലൈഫ് we used to mention some of the location to make an point. Like ഞാനിപ്പം ഏതൊരു വണ്ടി എടുത്ത് ഞാൻ പുറത്ത് പോവുക, അപ്പോൾ എനിക്ക് പോകാൻ വഴി അറിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കും ആരുടെ അടുത്തുണ്ടെങ്കിൽ ഏതൊരു ലോക്കലാണ് ചോദിക്കുന്നില്ല, എനിക്ക് അങ്ങോട്ടാണ് പോകുക, അപ്പോൾ വഴിയാണ്. അപ്പം വാട്ട് ഹി യൂസ് ടു സ്പീക്ക് ഓവർ ദെയർ ദാറ്റ് ഹി always guide me like below the bridge, below the overbridge, or beneath the bridge, beneath the highway, towards the highway, beside the bank. അപ്പം ഈ വരുന്ന വാക്കുകളില്ല, അക്രോസ്, ബിലോ, എക്സ്പെക്റ്റ്, ടുവാർഡ്സ്, ആഫ്റ്റർ, ബെനീത്ത്, ഓഫ്, ഫോർ, ഓഫ്, അണ്ടർ, എമംഗ്, ബിസൈഡ്, ഫ്രം. അപ്പം ഏതിലും ഒരു ലൊക്കേഷൻ നമ്മൾ കാണിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ദ ക്യാറ്റ് ഈസ് ബിലോ ദി ടേബിൾ, ഓർ അല്ലെങ്കിൽ ഞാൻ പറയും ദ ക്യാറ്റ് ഈസ് അണ്ടർ ദി ടേബിൾ, അല്ലെങ്കിൽ ദ ഡോഗ് ഈസ് ബിറ്റ്വീൻ ദി കാർ. അപ്പം നമ്മൾ ഇവിടെ ഏതിലൊരു നമ്മൾ ലൊക്കേഷൻ പറയുവാണെങ്കിൽ അതില്ലേ പൊസിഷൻ,
പ്രിപ്പോസിഷൻ. പൊസിഷൻ പറയുന്നത് പൊസിഷൻ. അപ്പം ഈ വരുന്ന വാക്കുകളെല്ലാം അത് ഈ ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ദ വേർഡ് വിച്ച് ഷോസ് ദി പൊസിഷൻ ഓഫ് ദാറ്റ് ഈസ് കോൾഡ് പ്രിപ്പോസിഷൻ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ വെർബിനെ മോഡിഫൈ ചെയ്ത് വരുന്നതാണ് ആഡ് വെർബ്. അപ്പം എന്താണ് ഈ വെർബ്? ലൈക്ക് ഞാൻ പറഞ്ഞില്ലെന്നോ, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇടയ്ക്ക് വരുന്ന വെർബാണ്. അപ്പോൾ ഈ വെർബ് ഒരു ആക്ഷനാണ്. ആക്ഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഹീ റൺസ്, ഹീ പ്ലേസ്, ഹീ പ്ലേ ക്രിക്കറ്റ്. ഹീ സബ്ജക്റ്റ്, പ്ലേ വെർബ്, ക്രിക്കറ്റ് ഈസ് ദി ഒബ്ജക്റ്റ്. അതുപോലെ അപ്പം ഇത് കുറച്ച് ഈസിയാണ്. അതുപോലെ ഈ വെർബിൽ കുറച്ച് ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഡിവിഷനുണ്ട്. ദി ഫസ്റ്റ് ഡിവിഷൻ വി കോൾ ആസ് ദി ലിങ്കിങ് വെർബ്, മെയിൻ വെർബ്, ഓക്സിലറി വെർബ്, ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ് വെർബ്. അപ്പം ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവും ഞാനത് പ്രത്യേകം പറഞ്ഞുതരാം. കുറച്ച് നമുക്ക് യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് പ്രത്യേക വീഡിയോ എടുത്ത് പറയേണ്ടി വരും ഇതിനു വേണ്ടി മാത്രം. പിന്നെ ഓക്സിലറി വെർബ് എന്താണ്? ഓക്സിലറി വെർബ് we used to say that it is a helping verb. പിന്നെ ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ. എന്ന് വെച്ചാൽ ഞാനിപ്പം കൂടുതലിപ്പം ട്രൈ ചെയ്തെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഴയ വീഡിയോ ഇട്ട പോലെ ഒരു 10 പോർഷൻ പാർട്ട് ഓഫ് സ്പീച്ച്, സ്പോട്ടിംഗ് മിറർ, ക്ലോസ് ടെസ്റ്റ്, പാസേജ്. അപ്പം ഇങ്ങനത്തെ പല പല സെക്ഷൻ നമ്മളുണ്ട്. അപ്പം എൻ്റെ മാക്സിമം എയിമാണ് മാക്സിമം പാർട്ട് ഓഫ് സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന വീഡിയോകൾ ആഡ് ചെയ്യാനുള്ളത്. അപ്പം സോ ഐ hope you all enjoy the video and bye bye.